Assalamualaikum, welcome back to my channel. എപ്പോഴെന്നെ ഇങ്ങനെ ചമ്മിപ്പിക്കൽ തന്നെ പണി ഒന്ന് ഉഷാറായിട്ട് എടുത്തോട്ടെ. ഇത് കണ്ടില്ലേ സൺകിസ്റ്റ് ഒക്കെ എടുത്തോണ്ടിരിക്കണേ. ഡാഡിയുടെ വ്ലോഗ് വല്ലതും ആവണായിരുന്നു. എല്ലാം അടങ്ങി ഒതുങ്ങിയിരുന്നൂടെ. എന്റെ സോന് മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നലെ മാംഗ്ലൂർ വന്നിട്ട് ഇന്നലത്തെ ഡേ നമ്മൾ കുറച്ചുകൂടെ റെസ്റ്റ് ആക്കിയിട്ടില്ല. കുറച്ചു പോലും റെസ്റ്റ് ആക്കിയിട്ടില്ല. നമ്മള് ഇന്നലെ വന്നു, കുറച്ച് ഇവരൊക്കെ ഉറങ്ങി എണീറ്റു എന്നിട്ട് നമ്മള് തറവാട്ട് അവിടെ വിട്ട് ഇവിടെ വിട്ട് എല്ലാ വീട്ടിലും പോയി. സൂപ്പറില്ല. അപ്പൊ എല്ലാ വീട്ടിലും നമ്മൾ പോയിട്ട് പൊളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇന്നലെ നൈറ്റ് വന്ന് റിട്ടേൺ വന്നിട്ട് നമ്മള് എത്തി, ഫ്രഷായി ഉറങ്ങിയിട്ട് രാവിലെ തന്നെ ഇന്ന് ഇറങ്ങിക്കുകയാണ്. ശ്വാസം വിട്ടിട്ടിങ്ങനെ സംസാരിച്ചൊന്ന് പിടിച്ച്. അപ്പൊ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എങ്ങോട്ടാണ് നമ്മൾ സ്ഥിരം പോണ ഒരു സ്ഥലത്താണ് ചിക്ക്മംഗ്ലൂർ. നമുക്ക് അവിടെ പോയിട്ട് ജിയാർത്തൊക്കെ ചെയ്യാനുണ്ട്. കുറച്ച് വൈബൊക്കെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ വരാൻ പോണത്. ഒറ്റ കാർ എടുക്കാന്ന് വിചാരിച്ചു. 2-3 കാറായിട്ട് പോയിട്ട് വെറുതെ ഒരു വൈബ് കളയുന്നതാണ്. ഒരു കാറിൽ നമ്മൾ നല്ല പൊളിച്ച് പോയിട്ട് വരും ഇൻഷാല്ല. നമ്മുടെ ബോസ് കാറിന്ന് മാസമായിട്ടായിരുന്നു അത് കാണിക്കൂ ഗൈസ്. മാസമായിട്ട് വെയിലും ഇത് പിടിച്ചോ. അയ്യോ, നമ്മുടെ സ്നാക്സ് അത് വെച്ചോ. ബ്ലാക്കിനൊക്കെ നമുക്കില്ല. അപ്പൊ നമ്മൾ കേറുന്ന മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരേപോലെ ഇട്ടത് കാണിച്ചു കൊടുക്കണം. ആരൊക്കെ ക്യാമറ കൊടുത്തിട്ട് നമുക്ക് ഞാനും സോനും ഒരേപോലെ സൽവാർ കാണിച്ചു തരാം. അപ്പൊ അത് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. കുളിച്ചിട്ട് മുടിയൊന്നും സെറ്റ് ആക്കാതെ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഈ ക്ലിപ്പ് വന്നിട്ട് ക്രഞ്ച് പ്രസന്റ് സിറ്റുവേഷൻ എല്ലാ അമ്മമാർക്കും സെറ്റ് അല്ലേ. ഇപ്പോഴാണ് ഒരു വൈബായത്. കാണിക്കേറാം ഗൈസ്. ഇനി ബാക്കിയുള്ള സീനൊക്കെ പിന്നെ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരമായി. ആക്ച്വലി ഞാനൊന്നും മര്യാദക്ക് മുടി കെട്ടിയത് ഇപ്പോഴാണ്. അതും മര്യാദക്ക് ആയിട്ടില്ല. ഒരുമാതിരി മതി ഇത്രയൊക്കെ. ഇപ്പം നമ്മുടെ കുക്ക് ഈസ് സ്ലീപ്പിംഗ് ഗൈസ്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് കോഫി കുടിക്കാൻ, അതായത് നമ്മളൊരു 10 കിലോമീറ്റർ പോലും വന്നിട്ടുണ്ടാവില്ല. അപ്പൊ തന്നെ നമ്മൾ കോഫി കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഞാനും സോണി ഇറങ്ങിയില്ല. ബിക്കോസ് ഉടുക്കത്തെ ചൂടാണ് നമുക്ക്. ഞാന് എബ്ബു മടിയിലുള്ളതുകൊണ്ട് ഇറങ്ങിയില്ല. പിന്നെ ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ സോണി ഇറങ്ങൂല. തണുപ്പുണ്ടെങ്കിൽ ഇറങ്ങിയേനെ എന്നെ ഇട്ടിട്ട്. ഇപ്പൊ ചൂടാണല്ലേ, അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയത്. നമുക്ക് വണ്ടിക്ക് തന്നെ ഞങ്ങൾ വണ്ടിയിരുന്നു. ബാക്കി എല്ലാം കേറിയപ്പോ തന്നെ ക്ലാസ് കെട്ടിട്ട് നമ്മൾ കേറിയപ്പോ തന്നെ ഒരുമാതിരി ഉടുക്കത്തെ സ്ട്രെസ് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കണായിരുന്നു, നമ്മളെ ഫാമിലി മാത്രം എവിടെയെങ്കിലും പോകുമ്പോ ഒരുമാതിരി ഇങ്ങനെ നിങ്ങൾക്കും ചിലപ്പോ എക്സ്പീരിയൻസ് ഉണ്ടാവും. നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇതെടുത്ത അങ്ങനെയാണ് ഇങ്ങനെയാണ് അതെടുത്ത് അതെന്താ അങ്ങനെ ഇങ്ങനെ ഭയങ്കര എല്ലാരും ഇട്ടിട്ട് എന്നെ ഇങ്ങനെ സ്ട്രെസ് ചെയ്യണായിരുന്നു. ഞാൻ പറയും എല്ലാരും ഒന്നും മിണ്ടാതിരിക്കോ. എന്നിട്ട് കുറച്ചു നേരത്തേക്ക് ഞാൻ ഇങ്ങനെ കിളി പോയിരിക്കണ ഒരവസ്ഥയായിരുന്നു എനിക്ക്. ഭയങ്കര മിണ്ടണ്ടേ ഇപ്പൊ ആർക്കും. പിന്നെ കുറച്ചു നേരം പപ്പ ഒക്കെ ഒരു തമാശയൊക്കെ പറഞ്ഞു പിന്നാണ് എനിക്ക് കിളി വീണ്. ആക്ച്വലി പപ്പ 1 കിലോമീറ്റർ വീട്ടിൽ നിന്ന് ഇറങ്ങി 1 കിലോമീറ്റർ ആകുമ്പോ തന്നെ തുടങ്ങി തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ, അത് ചവക്കാൻ എന്തെങ്കിലും ഉണ്ടോ. പിന്നെ ബേബിന്റെ അടുത്ത് ചുയിങ്ങാമ ഉണ്ടായിരുന്നു, അതെല്ലാരും നമ്മൾ എടുത്ത് കഴിച്ചു. എന്നിട്ട് ഇപ്പോൾ ഒരു കോഫി ഒരു മാഗി ഒക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട്. എനിക്ക് മാഗി കഴിക്കാനുള്ള മൂടില്ല ഇപ്പൊ, അതുകൊണ്ട് ഒരു കോഫി കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. എന്റെ സോണിന്റെ ഡ്രസ്സ് പോലും മര്യാദ കാണിച്ചാൽ പറ്റില്ല. പക്ഷെ അത് കൊള്ളൂല അവിടെ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ. അപ്പൊ ഒന്നും കൂടി നമ്മൾ വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും കാണിച്ചു തരാം. വേറെ സ്ഥലത്ത് കാണിക്കാം. അതെ, സോനുനാണെങ്കിൽ എബ്ബു ചവിട്ടിക്കൊണ്ടിരിക്കുക, എന്നാണെങ്കിൽ എബ്ബു പ്രാന്നാക്കും. ബിക്കോസ് ഇവിടെ നമ്മൾ ഫിറ്റ് ആയിട്ട് ഇരിക്കണല്ലേ. ഇപ്പൊ 2 പേരാകുമ്പോ ഫ്രീ ആയിട്ടിരിക്കുക. ഐ ക്യാൻ ഫീഡ് ഹിം ഫ്രീലി. മനസ്സിലായി. ഇങ്ങനെ നമ്മൾ മുട്ടി ഇരിക്കുമ്പോ പറ്റൂല. വലുതായി വന്നല്ലേ. മൊത്തത്തിൽ അവനാണെങ്കിൽ കൺജസ്റ്റ് ആയാൽ പറ്റൂല. ഏകദേശം മൊത്തം എന്റെ അടുത്ത് തീർക്കും. ഇതായിരിക്കും അങ്ങനെ സോണിന്റെ അടുത്ത് തീർക്കും. നമ്മൾ സ്ട്രെസ് ആയിരിക്കണായിരുന്നു കേസ്. ഇപ്പൊ കുറച്ച് ആറാംസെ ഉണ്ട്. അപ്പോ നമുക്ക് കോഫി കൊണ്ട് എന്തെങ്കിലും ഷോപ്പ് കണ്ടിട്ട് ഒരു സെറ്റപ്പ് ഇല്ല. പക്ഷെ ബേബി പറഞ്ഞു ഞാൻ പണ്ട് ഇവിടെ കോഫി കുടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണ്, കുടിച്ചിട്ട് വേണം നിങ്ങളുടെ അടുത്ത് അഭിപ്രായം. കോഫി മാഗി പിന്നെന്തൊക്കെ പറഞ്ഞവര് അല്ലേ. ക്ലിപ്പ് പോലും ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല പ്രോപ്പറായിട്ട്. ഞാൻ കുത്തിട്ടേല്ലോ. കുത്താതെ എങ്ങനെ നീ വെച്ച? പിന്നെ മുടി തലയിൽ എവിടെ മുടി അവിടെ ഇരിപ്പുണ്ട് തലയില്. അവിടെ കുത്തിയില്ല ഒന്നും, ജസ്റ്റ് ക്രോസ് ഇട്ടിട്ട്
അതല്ല ഈ ഹംപില് അതില് കുത്തിട്ടില്ലേ കുത്തിയിട്ടുണ്ട്. അതല്ലേ അതല്ലേ ചോദിച്ചേ നേരത്തെ നീ അതിലല്ല ഷോളില് എന്റെ മുടിയില് അങ്ങനെ ജുക്കൊക്കെ ഇട്ടിട്ട് എന്തിനാണോ എബു നേരത്തെ തന്നെ വലിക്കാൻ തുടങ്ങിയത് ഭാഗ്യത്തിന് ഉറങ്ങിയിട്ടുണ്ട് എനിക്ക് ആ ചെറിയ ഒരു സ്റ്റഡാണ് ഞാൻ ഗോൾഡിന് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഇട്ടാനെ. ആ ഗോൾഡിന്റെ ഒരു കമ്മലിട്ടിട്ട് എന്തൊക്കെ മോള് ഫ്രണ്ടിലിരിക്കും, സ്പേസ് ഇല്ല. ഫ്രണ്ടിലിരുന്നു. ഇവിടെ കാലും നിവർത്തി അതെല്ലാം ഞാൻ ഇറങ്ങാത്ത സുനുനെ കാണിച്ചുതരാം. സുനു കാണിച്ചുതരാം. 1 മിനിറ്റ് ഇരുന്നാ മതി. 1 മിനിറ്റ്, അതുകൊണ്ടല്ലേ അങ്ങ് ഇറങ്ങാത്തത്. പോയി വന്നിട്ട് എന്ത് സൂടാണ് ചേട്ടാ, എന്ത് സൂടാണ്. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇതാണ് കട, കാണണ്ട കട. കാണിക്കാനുള്ളതൊന്നുമില്ല, വെറുതെ കാണിച്ചു. കോഫി നല്ലതാണെങ്കിൽ മതി. കോഫി ചായ മാഗി അത്രേ ഉള്ളൂ. മാഗി നിങ്ങൾ മാത്രല്ലേ പറഞ്ഞേ, നമ്മൾ പറഞ്ഞില്ല. ചായ മമ്മ അല്ലേ. കോഫി അപ്പൊ അതൊക്കെ കുടിച്ച് നമുക്ക് ജേർണി വീണ്ടും തുടരാം. 3 മണിയാകുമ്പോൾ ഡെസ്റ്റിനേഷൻ എത്തണമെന്നാണ് നമ്മൾ പ്ലാൻ. നമ്മൾ കുടിച്ച് തിന്ന് പോകുമ്പോൾ ഐ ഹോപ്പ് 6 o'clock ആവും. സുനു അങ്ങനെ അരങ്ങരുത് കേട്ടോ. സുനു അതേ പോസിലിരുന്നു. അല്ല, സുനു അതേ പോസിലിരിക്കണം, കാണിച്ചത്. അപ്പൊ കുറച്ചുകൂടി പോസ് ചെയ്ത് സുനു എന്റെ അടുത്തല്ലേ പറഞ്ഞാണ് പോസിങ്. അതന്നെ. ഓക്കെ, ഭയങ്കര ചൂടാ, ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഞാൻ ഇവര് ബാക്കിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി മമ്മയും സുനുവും മഷൂക്കും ബാക്കിൽ നിന്നപ്പോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഇറങ്ങി. അപ്പൊ ഞാൻ വന്നില്ല, നിങ്ങളെല്ലാം മുക്കോന്ന് പറഞ്ഞു. അപ്പൊ ചൂടത്ത് എങ്ങനെ നല്ല ചൂടുണ്ട്. പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ല. ഞാൻ ചിലപ്പോ കാര്യം തന്നെ മാഗി കഴിക്കും. പറ്റുള്ള ഭയങ്കര ചൂട് കണ്ടിട്ട് കൊള്ളാന്ന പോലെ ഉണ്ട് ചൂട്. നമ്മള് ഡെസ്റ്റിനേഷൻ എത്തുമ്പോ അവിടെ തണുപ്പല്ലെങ്കിലും ചൂടുണ്ടാവൂല. അപ്പോ കോഫി വരുമ്പോ കാണിച്ചു തരാം കേട്ടാ, സത്യസന്ധതായിട്ട് പറയാം എങ്ങനെയുണ്ട്, ടേസ്റ്റ് എങ്ങനെയുണ്ട്. പാവ പൊള്ളനാണ് മാപ്പിള. കാഫി കാഫി ഇത് ഏത് അടുത്ത വർഷം വിടാനുള്ള വ്ലോഗാണോ? എഡിറ്റ് ചെയ്തില്ല മറ്റേത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മ വീട്ടിൽ ചെന്നിട്ട് ഞാൻ വിചാരിച്ചു നീ കട്ടാക്കാൻ പോണെന്ന്. ടേസ്റ്റ് പറയണ്ട. അങ്ങനെയല്ല, വീട്ടിൽ ചെന്നിട്ടായിരിക്കും വന്ന വ്ളോഗ്, അത് കഴിഞ്ഞിട്ട് വന്ന വഴിക്കുള്ള വ്ളോഗ്, പിന്നെ ഈ വ്ളോഗ്. വെറുതെ അല്ല നല്ലാന്ന് പറഞ്ഞു. ഡേവിഡ് ഓഫിനെ വെട്ടി ഗൈസ്. ഡേവിഡ് ഓഫ് അതാരാണത്? കോഫി ബ്രാൻഡ്. ആ പൊള്ളി ഇട്ടാ ബേബി വെറുതെ പറയൂല. അതല്ല, പൊളിച്ച് ഞാൻ നോക്കട്ടെ. ചൂട് ഞങ്ങൾക്ക് പറ്റൂല. എനിക്കൊന്നും ഡേവിഡ് ഓഫ് തന്നെ നല്ല നല്ല മണവും ആ ഒരു ഫേവറേറ്റ് ആണത്. വീട്ടില് ഞാൻ കൊറേ കുടിക്കും, അതിന്റെ ഫുള്ള് ഇഫക്റ്റ് കാണാൻ ആഫ്റ്റർ എഫക്റ്റ് മുഖക്കൊരു സംഭവം. കോൾഡ് കോഫി കലക്കി ഓടി. നൂഡിൽസ് പ്ലേറ്റ് നൂഡിൽസ് ഞാനും സുനു ഷെയർ ചെയ്യും. ബേബി കൊള്ളൂല എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ ഇതിലിട്ടിട്ട്. ബേബിക്ക് എല്ലാം ഗോൾഡ് ആയിരിക്കണം, സിൽവർ ആയിട്ടിന് ഇഷ്ടമല്ല. പക്ഷെ കൊള്ളാം. എക്സ്പ്രഷൻ ഇട്ടോണ്ടിരിക്കുകയാണ്. അടിപൊളി, കുടിക്കട്ടെ. നല്ലൊരു കോഫി കുടിക്കാൻ വേണ്ടി നമ്മൾ അല്ലെ, നല്ല ക്ലാരിറ്റിയാണ്. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി വാച്ചോ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? അതെ, അടുത്ത് നൈസായിട്ട് ക്വാണ്ടിറ്റി നോക്കിയിട്ട് കുറവ് നോക്കി കൊടുക്കണം. കഞ്ഞി വേണ്ട, അതെ മമ്മക്കടയിൽ പറ. രണ്ടെണ്ണം കൊടുത്തോളം പറ. എന്തെന്ന് രണ്ടെണ്ണം കൊടുക്കാൻ പറ എക്സ്ട്രാ. അപ്പൊ ഈ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ കറക്റ്റ്? ഇതിന്റെ പേര് ഈ സ്ഥലത്തിന് കക്കിഞ്ചേരി നിർത്തി ഞങ്ങൾ നൂഡിൽസും കോഫിയൊക്കെ കുടിച്ചോണ്ടിരിക്കണ കഴിച്ചു.
വേത്തിട്ടാ എങ്ങനെയാണ് സൈകു? വേണ്ട വേണ്ട എനിക്ക് വേണ്ട. അടിപൊളിയല്ല. വേണ്ട വേണ്ട പശുക്ക് വേണ്ട. ഇത് വേണ്ട. എനിക്ക് ആ കോഫിന്റെ ഇത് പോകും. ഞാൻ കോഫി കുടിക്കുമ്പോ ആ കൂട്ടത്തിൽ വേറെ കൊള്ളാല്ലേ? സൂപ്പറാണ്. കാപ്പി നല്ലുണ്ട്. കാപ്പി നല്ലുണ്ട്. കോളുടെ കറി പോലെ ഉണ്ടെന്ന് പറയണ. ആ ടേസ്റ്റ് ഉണ്ടെന്ന്. സൈഗോ അതെ, ഇനി കൊച്ചി പോയിട്ടില്ല. അതെ, നമുക്ക് അവിടം വരെ എത്താൻ ഒരു 3-4 മണിക്കൂർ വേണം. അപ്പൊ ഇപ്പൊ 1 മണി 6 അപ്പൊ പപ്പ പറയണത് അവിടെ എത്തുമ്പോഴത്തേക്കും സന്ധ്യയാകും, ക്ലോസ് ആയി പോവും. അതായത് നമ്മൾ സിയാറത്തിന് പോകണാണ് ബുഡങ്കിരിയിൽ, ബാബ ബുഡങ്കിരിയിൽ. അല്ലേ പപ്പ? അപ്പൊ ലേറ്റ് ആവുന്നാണ് പപ്പ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ആയിക്കോട്ടെ, നിങ്ങൾ ഈ നൂഡിൽസും കോഫിയും കുടിച്ച് ഇങ്ങനെ ഇരുന്ന സമയങ്ങളല്ല എന്നാണ് പറയണത്. Before 3 will reach. അടിപൊളിയല്ലേ? നോക്കിയേ, കാറിൽ നിന്ന് ഇറങ്ങാണ്ട് കംപ്ലീറ്റ് കാറിന്റെ ഉള്ളിലേക്ക് കൊടുത്തോണ്ടിരിക്കണേ. ഉള്ളു കുടിക്കൊക്കെ തിന്നിട്ടില്ല. കോഫി എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു വെറുതെ പറയൂല, കട കാണിക്കാനുള്ള സെറ്റപ്പ് ഇല്ല, പക്ഷെ കോഫിയിലെ കിട്ടില്ല. കോഫിയോ അതെ മാഗിയോ അതെ. പിന്നെ അത് വെറുതെ ഞാൻ കുടിച്ചിട്ടുള്ള കൊണ്ടിട്ടല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് വന്ന വഴിക്ക് ഞാനും ചെമ്മും കൂടെ ഇറങ്ങി കുടിച്ചതാ. ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. പിടികിട്ടില്ല. തീറ്റ 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 എവിടെ പോയാലും തീറ്റ. കണ്ടില്ലേ കണ്ടില്ലേ, വന്നതും പോയതും ഉള്ളതും എല്ലാം തീറ്റ. ഇല്ല, ഞാൻ ഒരു സാധനം പോലും കഴിച്ചിട്ടില്ല. ഓ മമ്മ നല്ല ലുക്ക് ആയിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ട് മമ്മനെ കാണാൻ. ഫുൾ സ്റ്റൈൽ ആയിട്ടുണ്ട്. വൈബാക്കണല്ലേ? നമുക്കൊരു സാധനം തന്നെ ഇല്ല കേട്ടാ. തീറ്റ പെണ്ണരങ്ങൾ ഫുള്ള് തീറ്റാണ്. ഹൽവ 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 എനിക്കൊരു പീസ് ഹൽവ ആർക്കെങ്കിലും വേണോ? തീരാൻ പോണേട്ടാ. ഉണ്ണിയപ്പോലെ അപ്പ കൊടുക്കും. ഉണ്ണിയപ്പം ഉണ്ടാവും. ഞമ്മ കണ്ടില്ല. എല്ലാം തീർന്നു. എടി ഉമ്മച്ചെടി തിന്ന് തീർത്തെ. ഞാൻ പറഞ്ഞു സുനൂന് കൊടുക്കാൻ. ഇല്ല, സോനു തീർത്തെ. കണ്ടില്ലേ അമ്മ എന്നെക്കാളും യങ്ങായിട്ടുണ്ട് കേട്ടാ. വേണ്ട ടേക്കാനൊക്കെ വയസ്സായില്ലേ. ഇന്നെങ്കിലും കുറച്ച് സ്റ്റൈലാക്കണൊക്കെ നല്ല രസമുണ്ട് മമ്മനൊക്കെ. ഓപ്പൺ ഹെയർ ഒക്കെ പിങ്ക് കളറൊക്കെ. ഞാൻ ഒരു പീസ് പോലും തിന്നില്ല. നിങ്ങൾ ചോദിച്ചാ ഒരു പീസ് ഞങ്ങള് വേണോ? ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. നീ നല്ല തീറ്റ തിന്നോന്ന് എനിക്ക് അറിയാം. ഞാൻ തിന്നിട്ടില്ലല്ലേ. എന്താണ് ഇങ്ങനെ അതന്നെ സോഫ്റ്റ്. അവനൊരു പായ വെച്ച് കൊടുത്തേ. കുഞ്ഞു വെച്ചോത്തല്ലേ. എന്നെ മോനെ എന്നെ പോലെ ലിമിറ്റ് ആണല്ലോ. ഫുൾ ലിമിറ്റ് ആണ്. ലിമിറ്റ് സ്നാക്സ് ആണ്. മറ്റേ ദാട്ടിയാണോ? എന്റെ മോൻ ഇങ്ങനെ പോലെ ഒന്നും അല്ലല്ലേ. ഈ ഉണ്ണിയപ്പത്തെല്ലാം ഉണ്ട്. തിണ്ടി തീർക്ക ബേജാറാണ്. ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് എല്ലാരും കാസർഗോഡാ. കൊച്ചി നമ്മുടെ കൊച്ചിന്നാണെല്ലാം.
വെറുതെ എന്താ വേണ്ട ബെട്ടിക്ക് അവിടുത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. ക്യാമറ ഓൺ ആക്കിയാൽ ഞാൻ കഴിക്കൂല, ക്യാമറ ഓഫ് ആക്കുമ്പോഴാണ് എല്ലാരും ഉണ്ണിയപ്പത്തിൽ നോക്കിയായിരുന്നു ശാലു ഞാൻ ചോദിച്ച ആവശ്യമില്ലാത്തതൊക്കെ തരും ഇങ്ങോട്ട്. ഇത് ബോക്സ് ഉണ്ടെന്ന് തോന്നല്ലോ. അലുവൊക്കെ ഉണ്ട്, അലുവയൊക്കെ ഫുൾ അലുവ കിട്ടില്ല. ഉണ്ണിയപ്പാട് പാപ്പക്ക് ഇഷ്ടമായി. ജൈവെന്താ കഴിച്ചേ? തേങ്ങാപ്പാൽ അതിൽ ഉണ്ണിയപ്പം തരാൻ പറ കഴിച്ച്. പപ്പം കൊടുക്കാം. കഴിച്ച് 2-3 കൈ അപ്പൊ മോന്റെ റൊമാൻസ് ആണ്. ഭയങ്കര ഷോപ്പിംഗ് ആണ് അപ്പാണ്. കണ്ടില്ലേ പ്ലേസ് എവിടെ ഇരിക്കണം. നൈസായിട്ട് മടി വന്നിരിക്കും. ഇതാണ് എബു, show me your face. Now look at me, Ebru. Ebu, look at me. എന്റെ മോന് കൊടുത്ത പാവ കണ്ടില്ലേ, താ ചോദിക്കണേ. സൈക്കിള് കൊടുക്കാം, അവനെന്താ ചോദിക്കണേ? അതന്നെ ഇനി എന്തായിരുന്നു കൊടുത്തേ? പാവ ബേബിക്കൊന്നും കിട്ടില്ല കേട്ടാ. ബേബിക്ക് പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടില്ല എന്നാ ഉണ്ണിയപ്പൊക്കെ കിട്ടില്ല. ബേബിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ. നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കി മുറുക്കുണ്ട് തന്നെ ഇങ്ങോട്ട്. മുറുക്ക് തന്നെ ഗോന്ന് കേട്ടില്ലേ? പപ്പ കണ്ടില്ലേ ഉണ്ണിയപ്പ കഴിച്ചു കഴിഞ്ഞിട്ട് നിർത്തി പിടിക്കണേ പോയത്. നീ അതിട്ടോ സുന സോസ്. ഈ ഫ്ലേവർ പൊളിയാണല്ലോ. ഏതാ അത് ഡോറിറ്റോസ്. ഇത് ഡോറിറ്റോസ് അല്ല, ബിങ്കോണ്. ഇതാണ് പറഞ്ഞത് ഡോറിറ്റോസ്. ഇത് സോ ഗൈസ് ഇനി നമുക്ക് വിടാലോ. ഭർത്താവിന് വേണ്ടി വലിയ കെട്ട് വേണ്ടെന്ന് പറഞ്ഞു. അല്ല ഗൈസ് മുറുക്ക്. ഇത് ഞാൻ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടൊമാറ്റോയുടെ സാധനം. എന്റെ മോന് മേത്താവണ്ട ഈ വേണം. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇതെന്താ ആക്ച്വലി ടൊമാറ്റോയുടെ എന്തോ സാധനം. ടൊമാറ്റോയുടെ ഫ്ലേവർ ഒന്നും വേണ്ട. എനിക്ക് ഗ്യാസ്ട്രിക് ആണ്, മട്ടൺ മറിച്ചാണോ എല്ലാം കേട്ടി ഇതാണ്. സോ വി ആർ ഗോയിങ്. ഇപ്പൊ നമ്മൾ വീണ്ടും ജേർണി തുടങ്ങാൻ പോണാണ്. ഈ ഒരു വലിയ കെട്ട് അവിടെ എത്തുമ്പോൾ തീരും.
അങ്ങനെ നമ്മൾ വന്ന് 4 മണിയാകുമ്പോ നമ്മൾ സ്ഥലത്തെത്താറായി. കണ്ടില്ലേ, ഇപ്പൊ കണ്ടതൊക്കെ ഫുള്ള് ക്യാമറയിൽ കാണുന്ന പോലെയല്ല, അതിന്റെ 100 ഇരട്ടി ഫോഗാണ് ഇവിടെ. അടിപൊളിയാണ് ഗൈസ് വൈബ്. എന്താണ് മാനത്തോട്ട അപ്പോ അതിന്റെ 100 ഇരട്ടി ഫുള്ള് മഞ്ഞല്ലേ പറയണേ, മഞ്ഞ് കൂടിയിരിക്കണ ഫുള്ള് കൂടിയിരിക്കണ. നല്ല വൈബാണ്. സൈഗു പോലും പറഞ്ഞു നല്ല വൈബാണെന്ന്. അപ്പൊ നമ്മൾ 4 എത്താറായി. കുറച്ചുള്ളൂ, 2 കിലോമീറ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. എത്തിയിട്ട് നമ്മൾ അവിടുത്തെ വൈബും കാണിച്ചു തരാം. അപ്പൊ എല്ലാവർക്കും വിശപ്പൊന്നും ഇല്ല, ബിക്കോസ് നല്ലോണം സ്നാക്സ് ഒക്കെ കയറ്റിട്ടുണ്ടല്ലോ. അങ്ങനെ അവിടെ പോയിട്ട് സിയാർത്തൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. ബിക്കോസ് 5 o'clock അവിടെ ഗേറ്റ് ക്ലോസ് ആവും അല്ലേ, 5 o'clock ഗേറ്റ് ക്ലോസ് ആവും. അപ്പൊ നമ്മ വന്ന കാര്യം നടക്കില്ല. സോ അതിന് മുമ്പ് നമുക്ക് പോയിട്ട് വന്ന കാര്യം നടത്തണം ആദ്യം. സോ യെസ് ഗൈസ്, സോ വി എൻജോയ്ഡ് എ ലോട്ട്. എനിക്കെന്തോ ആ ഒരു ക്യാമറ സെറ്റ് ആവണില്ല, ഐ മീൻ ആ ഒരു ആംഗിൾ സെറ്റ് ആവണില്ല. അപ്പോ എന്താ ഇവിടെ ഇങ്ങനെ വെച്ചേക്കണായിരുന്നു. ഞാൻ മാനത്തോട്ട് നോക്കി സംസാരിക്കുന്ന പോലെ ആയിരുന്നു. സോ യാ, നമ്മൾ പോയിട്ട് പൊളിച്ചിട്ട് പോയിട്ട് ചേർത്തൊക്കെ റിട്ടേൺ വരുമ്പോ പൊളിക്കാം. അല്ലെ കിളിപോയിരിക്കട്ടെ, കൊറേ റൗണ്ട് ആണ്. ഹിൽ സ്റ്റേഷൻ അല്ലേ, അപ്പൊ ഫുൾ റൗണ്ട് അടിക്കണം. ഈ ക്യാമറയിലൊന്നും കാണിച്ചിട്ട് ഒതുക്കാൻ പറ്റിയ ഒരു വൈബൊന്നും അല്ല ഇത്. നിങ്ങൾ നേരിട്ട് തന്നെ വരണം. സോ വെൻ യു ഗൈസ് കം ടു കർണാടക, ഡു വിസിറ്റ് ദിസ് പ്ലേസ്. യാ, ചിക്ക്മാംഗ്ലൂർ. അപ്പൊ ചിക്ക്മാംഗ്ലൂരൊക്കെ വന്നിട്ട് പൊളിക്കാം. ഓക്കെ, സോ കോൾഡ് അപ്പൊ അവിടെ ഇറങ്ങിയിട്ടും കുറച്ച് കാണിച്ചു തരാം കേട്ടാ. സോ യു ഗൈസ് സ്റ്റേ ട്യൂൺ, കണ്ണോട്ട് തന്നെ ഇരിക്കും ഗൈസ്. നമ്മള് ഡ്രൈവർ കുട്ടനെ സമ്മതിക്കണം കേട്ടാ, ഒന്നും കാണുന്നുണ്ടായിരുന്നു. ക്യാമറ ഓൺ ആക്കിയപ്പോ എല്ലാം കാണുന്നുണ്ടല്ലോ ഗൈസ്. പക്ഷെ ഇങ്ങനെ ഒന്നല്ല ഇക്കണത്തല്ല, കണ്ണിനൊന്നും കാണില്ല. അല്ല ഇപ്പൊ കുറച്ച് ലൈറ്റ് ആയി, നേരത്തെ ഒട്ടും കാണുന്നുണ്ടായിരുന്നില്ല. ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ ഉണ്ടോ? അപ്പൊ നമുക്ക് എത്തി ഗൈസ് നമ്മൾ. ഇതാണ് സ്ഥലം. അല്ല ഫസ്റ്റ് ഞങ്ങൾ അവിടെ പോണ്ടേ? എവിടെ മേളില? അല്ല അവിടെ താഴെ പോയിട്ട് അവിടെ അവിടെ പോവാം. പിന്നെ അടുത്തൊക്കെ ഭയങ്കര പ്ലേസ് തന്നെ മനസ്സിലാവില്ല. ഇതൊക്കെ മഞ്ഞാണ്, ഫുള്ള് മഞ്ഞുണ്ടോ? ഒന്നും പറയണ്ട ഗൈസ്, ഭയങ്കര ഫുള്ള് ഫോഗ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കേട്ടില്ലേ? ആ വെള്ള കാണുന്നത് സ്കൈ അല്ല, ഫോഗാണ്. ഫുൾ ഫോഗാണ്. ഇതല്ലേ ഫുള്ള് നനഞ്ഞിരിക്കണം, ഫുള്ള് നനഞ്ഞ മുട്ടിയൊക്കെ. അതായത് കാറിൽ നിന്ന് ഇറങ്ങലും ഒരു പൊടിമഴയും ഫുള്ള് ഫോഗും എല്ലാം ഒന്നിച്ചറിഞ്ഞ്. പിന്നെ നമ്മൾ ഈ സിയാറത്തിന് പോകുമ്പോഴത്തേക്കും ചെരുപ്പിടാൻ പാടില്ല. നമ്മൾ ചെരുപ്പില്ലാണ്ട് അവിടം വരെ ഫുള്ള് ചെടിയിൽ നടന്ന് പോയി സിയാറത്ത് ചെയ്ത് വന്ന് അപ്പോഴത്തേക്ക് ഫുള്ള് നനഞ്ഞുപോയി.
പിന്നെ ഒരു ടർക്കിയൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പൊ തലേക്കൊന്ന് തോർത്തിട്ടൊക്കെ നിക്കുന്ന നിപ്പാണ്. ഇവിടെ എത്തിയിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു 1 hour ആയി അല്ലേ? പപ്പ കാരണം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ തണുത്ത് മറച്ചിരിക്കുന്നത്. ചളിയുണ്ട് മഷി എബ്രുവിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കണത്. അപ്പൊ ഞങ്ങള് വെയിറ്റ് ചെയ്ത് പുറത്തേക്കണ. ഇനി പോയിട്ട് വേണം മേളിലേക്ക് കുറച്ച് പോയിട്ട് വേണം അവിടെ ആയിട്ട് പോയിട്ട് ഒരു ചൂട് ചായ ഒക്കെ കുടിക്കാൻ. സ്ട്രോങ് ചായ അല്ലെ? സത്യം എനിക്കും വിശക്കുണ്ട്. പുസ്കൊന്നും വേണ്ട, ചായ കുടിച്ചിട്ട് നമുക്ക് താഴത്ത് പോയിട്ട് നല്ലൊരു മട്ടറൊക്കെ കഴിക്കാം അല്ലേ? ആ നല്ലൊരു ബിരിയാണി മട്ടറൊക്കെ കഴിക്കാം. പുസ്കൊന്നും വേണ്ട. മട്ടൺ ബിരിയാണി മട്ടൺ പെപ്പർ നല്ല ഹോട്ടലിൽ മട്ടൺ ബിരിയാണി മട്ടൺ മട്ടൺ പെപ്പർ ഞങ്ങള് കുറച്ച് പോഷി അല്ലേ? ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് കാണിച്ചു തരാം. നോയിക്കോട്ടെ, കാണാത്തണ്ട ഉള്ളില് ഒന്നും കാണില്ല. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് കാണണം. ഇത് ഈ കാണുന്ന വരിയൊന്നുമല്ല. ഇതുണ്ടല്ലേ അങ്ങോട്ടൊക്കെ മലയാണ്, പക്ഷെ അതൊന്നും കാണാത്തണ്ട. ഇങ്ങാട് വഴിയാണ്, അങ്ങാട് അറ്റം വരെ വഴിയാണ്. അറ്റത്തോട്ടൊന്നും പിന്നെ കാണുന്നില്ല, വെള്ളം കാണുന്നില്ല, ഒന്നും കാണില്ല അങ്ങോട്ടൊന്നും. ഞങ്ങളിത് അവിടെ ആയിട്ട് ആ ടാങ്ക് കാണുന്നുണ്ട്, അവിടെ പോയിട്ട് കാലൊക്കെ കഴുകി വന്നാണ്. ഒന്നും പറയണ്ട ഗൈസ്, ഭയങ്കര തിരക്കാറുണ്ട്. അത് ഇപ്പോഴാണ്, അതായത് ഞങ്ങൾ വന്നപ്പോ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ആൾക്കാരൊക്കെ ഒന്ന് പോയി ഇവിടെയുള്ള വണ്ടികളൊക്കെ ഒന്ന് മേളിലേക്ക് പോയത്. ഇപ്പൊ 2 വണ്ടി മാത്രം ഇവിടെ കാണുള്ളൂ. അയ്യോ, എന്തായാലും പൊളിയാണ്. നമ്മളന്ന് മണാലി പോയിട്ട് പിന്നെ അത്ര പവറുള്ള തണുപ്പ് എനിക്കിപ്പോഴാണ്, അത്ര പവറല്ല, ഏതാണ്ട് അതിനെ ആ ഒരു അടുപ്പിച്ച് വന്നൊരു തണുപ്പ് എനിക്ക് ഇപ്പോഴാണ് ഫീൽ ചെയ്തത്. ആ അതെ, അല്ല അതല്ല കിട്ടി. നമ്മള് വന്നിറങ്ങി കഴിഞ്ഞപ്പോ ഇറക്കണായിരുന്നു എല്ലാരും. ഒരു 1 hour നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും ബോഡി അഡാപ്റ്റ് ആയി. അതെ അതെ. സുനു അത് തന്നെ ഇരിക്കണേ, സുനും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ കൈയൊക്കെ കെട്ടിട്ട് പോയി. ഭയങ്കര തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പ്. ഭയങ്കര തണുപ്പ്. പിന്നെ പപ്പയുടെ ഫേവറേറ്റ് സ്പോട്ടാണ് ഇതൊക്കെ അല്ലെ? പപ്പയുടെ ഫേവറേറ്റ് സ്പോട്ടാണ് ഇതൊക്കെ. വരും പപ്പക്ക് ഇത്ര തണുപ്പത്തൊക്കെ ഇവിടെ നിൽക്കണ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോസ് കണ്ടിട്ടില്ലേ? വീഡിയോസ് കണ്ടിട്ട് കുറെ ആൾമാരെല്ലാം പറഞ്ഞു കൂടി നമുക്ക് പറയുന്നു, നിങ്ങളെ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ ഇപ്പൊ വരാൻ പറ്റിയ ക്ലൈമറ്റ് അല്ലേ? എന്താ വെച്ചാ അടിപൊളി, ഫുള്ള് പോകും, ഭയങ്കര റഷുണ്ട്. ഓക്കെ ഓടിപ്പോടൊക്കെ അവിടെ നിന്നിട്ട് മറ്റേ ഫുള്ള് ആസ്വദിക്കണാണ്, പ്രകൃതി ഭംഗി ആസ്വദിക്കണ്. എന്തിനാണ് വെറുതെ വെച്ചെടുക്കണ? എക്സൈറ്റ്മെന്റ് ഇങ്ങനെയാണ് വെച്ചെടുക്കണ. ഫുള്ള് വൈബ് ആസ്വദിക്കണം. വൈബ് സുഹാന. ഞാൻ DSLR എടുത്തു തരാം. ഓക്കെ, അപ്പൊ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുക്കട്ടെ.